ക്രിസ്തുവിൽ പ്രിയരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള സാബത്ത് വിവാദമാണ്. സാബത്തിനെ രക്ഷാകരമായി യേശു പ്രയോജനപ്പെടുത്തുന്ന രണ്ടാമത്തെ സംഭവമാണിത്. ഒരു സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ പോയപ്പോൾ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി ഭക്ഷിച്ചു. അയൽക്കാരൻ്റെ വയലിലൂടെ പോകുമ്പോൾ കൈകൾ കൊണ്ട് കതിരുകൾ പറിച്ചെടുക്കാൻ നിയമാവർത്തന പുസ്തകം 23-25 അനുവദിക്കുന്നു. എന്നാൽ അരിവാൾ കൊണ്ട് കൊയ്തെടുക്കരുത്. യേശുവിൻ്റെ ശിഷ്യന്മാർ സാബത്തിൽ ഗോതമ്പ് കതിരുകൾ പറിച്ചത് സാബത്ത് വിവാദത്തിന് കാരണമായി. കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ സാബത്തിൽ ജോലി ചെയ്യരുതെന്ന നിയമമുണ്ട്. ഈ നിയമം ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൾ കൊണ്ട് തിരുമ്മുക വഴി ലംഘിച്ചു. ഇവ സാബത്തിൽ അനുവദനീയമല്ലാത്ത പ്രവൃത്തികളാണ്. മിഷ്നയിൽ സാബത്ത് പാലനത്തിൻ്റെ നിയമം വ്യാഖ്യാനിച്ച് സാബത്തിൽ ചെയ്യരുതാത്ത 39 ജോലികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് സാബത്തിനോടനുബന്ധിച്ചിട്ടുള്ള 4 ജോലികൾ ശിഷ്യന്മാർ ചെയ്തു. അവ കൊയ്തു, മെതിച്ചു, പാറ്റി, ഭക്ഷണം തയ്യാറാക്കി എന്നിവയാണ്. ഈ കാരണത്താൽ ഫരിസേയർ യേശുവിൻ്റെ ശിഷ്യന്മാരെ സാബത്ത് ലംഘിച്ചതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു. സാബത്താചരണം യഹൂദമതത്തിൻ്റെ പ്രഥമ അനുഷ്ഠാനമായിരുന്നു. അത് അവരുടെ ആചാരാനുഷ്ഠാനമായി മാറി. കാരണം സാബത്താചരണം പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ യഹോവയായ ദൈവം നിഷ്കർഷിച്ചതായി അവർ വിശ്വസിച്ചു. സാബത്ത് എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം തന്നെ വിശ്രമം എന്നാണ്. അതായത് സൃഷ്ടാവായ ദൈവം 6 ദിനങ്ങൾ കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി 7-ാം ദിവസം സൃഷ്ടികർമ്മത്തിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ചു. ഇതിൻ്റെ ഓർമ്മയായിട്ടാണ് സാബത്താചരണം ആരംഭിച്ചത്. ദൈവത്തിൻ്റെ മാതൃക ദൈവജനത്തിൻ്റെയും മാതൃകയാണ്. ആയതിനാൽ ഇസ്രായേല്യർ 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷം 7-ാം ദിനം വിശ്രമിച്ചു. അത് ദൈവത്തിനായി സമർപ്പിതമായ ദിനമായി ആചരിച്ചു. ഈ വിശ്രമ ദിനമാണ് സാബത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധി, സാബത്തിൻ്റെ പരിശുദ്ധി ദൈവം ഇസ്രായേൽ ജനവുമായുള്ള ഉടമ്പടിയിലൂടെ സംജാതമാകുന്ന ബന്ധമാണ്. ഈ സാബത്താചരണത്തിന് 2 മുഖങ്ങളുണ്ട്. ഒന്നാമതായി കർത്താവിന് വേണ്ടി നീക്കി വയ്ക്കപ്പെട്ട ദിനമാണ്. രണ്ടാമതായി സാബത്തിന് സാമൂഹിക മാനമുണ്ട്. ഈ സാമൂഹിക മാനം രക്ഷാകര ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇസ്രായേല്യർ ഈജിപ്തുകാരുടെ അടിമത്വത്തിൽ കഴിഞ്ഞിരുന്ന വേദനയുടെ ദിനങ്ങളും കർത്താവിൻ്റെ ശക്തമായ കരങ്ങളുടെ സഹായത്താൽ മോചനം ലഭിച്ചതിൻ്റെ സ്മരണ പുതുക്കുന്ന ഓർമ്മയായിട്ടാണ് ദിനവൃത്താന്തം 5:15 സാബത്തിനെ വിവക്ഷിച്ചിരിക്കുന്നത്. സാബത്ത് യഹൂദരുടെ മതാചാരങ്ങളുടെ സത്തയും കേന്ദ്രവുമാണ്. യഥാർത്ഥത്തിൽ യഹൂദ വിപ്രവാസാനന്തരമാണ് സാബത്ത് അനുഷ്ഠാനങ്ങൾ കഠിനമായി തീരുന്നതും. അപ്രമാണിക ഗ്രന്ഥമായ ജൂബിലിയുടെ പുസ്തകത്തിൽ സാബത്തിൻ്റെ നിർബന്ധ നിയമാനുഷ്ഠാനങ്ങൾ വ്യക്തമായി വിവരിക്കുന്നു. വിവാഹം മുതൽ ആഹാരം പാകം ചെയ്യുന്നതും തീ കത്തിക്കുന്നത് പോലും സാബത്തിൽ നിഷിദ്ധമായിരുന്നു. അനേകം ലിഖിത നിയമങ്ങളും അതിൻ്റെ ഉപനിയമങ്ങളും വഴി ഞെരുക്കമുള്ളതായിരുന്നു സാബത്താചരണം. സാബത്ത് സ്വർഗീയ മഹത്വീകരണത്തിൻ്റെ മുൻ ആസ്വാദനം എന്ന നിലയിൽ അന്നേ ദിവസം ജോലി ചെയ്യുന്ന ഏവനും മരണത്തിന് വിധിക്കപ്പെടണം എന്നതാണ് നിയമം. അങ്ങനെ സാബത്താചരണം ദൈവദൃഷ്ടിയിൽ അമൂല്യവും ബഹുമാന്യവുമായി അവർ കരുതി. സാബത്തിൻ്റെ പരിശുദ്ധിക്കും സന്തോഷത്തിനും കോട്ടം തട്ടുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യരുത് എന്ന് നിഷ്കർഷിച്ചിരുന്നു. ഈ നിഷ്കർഷ ഉള്ളപ്പോഴും മനുഷ്യജീവൻ രക്ഷിക്കുന്നതിനുള്ള പ്രവൃത്തികൾ അനുവദനീയമായിരുന്നു. സാബത്ത് നല്ലതാണ്, അതിൽ തന്നെ നന്മയാണ്. യേശു തൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ അധികവും നിർവഹിച്ചത് സാബത്ത് ദിനങ്ങളിലാണ്. അതേസമയം ഒരു യഹൂദനായി ജനിച്ച യേശു സാബത്ത് നിയമങ്ങൾ പാലിച്ചിരുന്നു. സാബത്ത് ദിനങ്ങളിൽ സിനഗോഗിൽ പോയിരുന്നു, വചനം വായിച്ചിരുന്നു. ദൈവത്തിൻ്റെ വിശ്രമദിനത്തിൽ ദൈവമക്കൾക്കടുത്ത യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സാബത്തിൻ്റെ ലക്ഷ്യം. യഹോവയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ട സാബത്തിൻ്റെ പരിശുദ്ധിക്ക് കളങ്കം വരുത്തുന്ന ഏത് സാഹചര്യവും ഒഴിവാക്കപ്പെടണം. അതിന് കൂട്ടുനിൽക്കുന്നവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. ഈ പശ്ചാത്തലത്തിലാണ് സാബത്ത് ദിവസം
ദിവസവുമായി ബന്ധപ്പെട്ട് യേശുവും ഫരിസേയരും തമ്മിലുള്ള തർക്കങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശുവും ശിഷ്യന്മാരും സാബത്ത് നിയമം ലംഘിച്ചു. അവർ ചെയ്ത അപരാധം ഫരിസേയരുടെ നോട്ടത്തിൽ ശിക്ഷാർഹമാണ്. അതായത് സാബത്ത് ദിവസം വയലിലൂടെ യാത്ര ചെയ്തു. സാബത്ത് ദിനം അവർ കതിരുകൾ പറിച്ചു. ആ കതിരുകൾ കയ്യിലിട്ട് തിരുമ്മി ഭക്ഷിച്ചു. ഫരിസേയരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന പ്രത്യുത്തരം 1 സാമുവേൽ 21-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ദാവീദ് രാജാവും തനിക്കും സഹചരന്മാർക്കും വിശന്നപ്പോൾ മുഖ്യപുരോഹിതനായ അബിയാതറിൻ്റെ കാലത്ത് ദൈവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം ഭക്ഷിച്ചു. അത് പുരോഹിതർ മാത്രം ഭക്ഷിക്കുവാനായിട്ടുള്ള അപ്പമായിരുന്നു. അത് സഹചരന്മാർക്ക് ദാവീദ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ദാവീദ് നീതീകരിക്കപ്പെട്ടു. നിയമത്തിൻ്റെ അടിസ്ഥാനം കരുണയും നീതിയുമാണ്. കാരുണ്യത്തിൻ്റെ മുമ്പിൽ നിയമത്തിൻ്റെ ചട്ടക്കൂട് തകരുമ്പോഴാണ് യഥാർത്ഥ നീതി പുലരുക. ആവശ്യ സമയത്ത് ദാവീദ് വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന അപ്പം ഭക്ഷിച്ച തൃപ്തിയായത് നിയമലംഘനമല്ല എങ്കിൽ തൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കാനായി കതിരു പറിച്ച് ഭക്ഷിച്ചതും നിയമലംഘനമല്ല. വിശപ്പിൻ്റെ മുന്നിൽ ഏത് നിയമവും കാരുണ്യത്തിൻ്റെ മുഖം കൈക്കൊള്ളണം. യേശു നിയമത്തെ നിഷേധിക്കുന്നില്ല, എന്നാൽ സങ്കുചിതവും സ്വാർത്ഥവുമായ നിയമവ്യാഖ്യാനത്തെ എതിർക്കുന്നു. നിയമത്തെക്കുറിച്ചുള്ള സമഗ്രമായ കാഴ്ചപ്പാട് യേശു നൽകുന്നു. നിയമം നന്മ ചെയ്യാനുള്ളതാണ്. നിയമത്തിൻ്റെ വാക്കുകളല്ല, അതിന് അന്തസത്തയാണ് പ്രധാനം. ഫരിസേയർ നിയമത്തിൻ്റെ ബാഹ്യമായ അർത്ഥതലങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ യേശു അതിൻ്റെ ആന്തരിക സത്തയും ആത്മീയതയും വ്യക്തമാക്കി തരുന്നു. സാമ്പത്ത് നിയമത്തിൻ്റെ അന്തസത്ത ദൈവികമാണ്, നന്മ ചെയ്യുവാനുള്ളതാണ്, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.